ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഡീനിയം പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ പോട്ടി മിക്സ് എപ്രകാരമുള്ളതാണ് ഞാൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അഡീനിയം പ്ലാന്റ് അതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കി ചെയ്തു കഴിഞ്ഞാൽ മുക്കാലും പണികൾ തീർന്നിരിക്കുകയാണ്. പിന്നെ അത് ഒരു 1.5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ പോട്ടി മിക്സ് ശരിയായ രീതിയിലല്ല എങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ കോഡക്സ് അഴുകി പോവുകയും പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഓരോ രീതിയിലാണ് ഓരോരുത്തർ തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന രീതി എപ്രകാരമാണ് അഡീനിയം പ്ലാന്റിന് പ്രയോഗം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ചെയ്യുന്ന ഈ പോട്ട് മിക്സ് ശരിയല്ലെങ്കിൽ വീണ്ടും ഒരു പോട്ട് മിക്സ് നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ പല രീതിയിലും ചെയ്തു വന്നിട്ട് എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതും ഞാൻ ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു രീതിയാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 പ്ലാന്റ് ഒന്നിച്ച് വലിയൊരു ചട്ടിയിൽ ഞാൻ ഒരു 3 വർഷം മുമ്പ് വളർത്തിയതായിരുന്നു. ഇത് ഞാൻ മണ്ണും ചരലും മാത്രമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ പ്ലാന്റ് വളർന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു. 3 വർഷം അതിൽ നിന്നിരുന്നു. പക്ഷേങ്കിൽ കാര്യമായിട്ടുള്ള പൂക്കളോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു വളർച്ച ഇതിന് ഉണ്ടായില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത് ഇപ്പം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഒത്തിരി പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഒന്നിച്ചൊരു റിപ്പോർട്ടിങ് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആവശ്യകത അനുസരിച്ച് കോഡക്സ് വലുതാകുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്ലാന്റിന് എന്തെങ്കിലും ക്ഷീണം വരുന്നത് സംബന്ധിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും പ്ലാന്റുകൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പ്ലാന്റ് രണ്ടും പിഴുത് അതിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ശക്തിയായിട്ട് വെള്ളം അടിച്ച് കഴുകി, കാരണം അതിൻ്റെ ഇടയ്ക്കെല്ലാം ഒത്തിരി മണ്ണുകൾ കയറിയിരിപ്പുണ്ടായിരുന്നു. ഇത് നല്ലതായിട്ട് വെള്ളം അടിച്ച് കഴുകിയാൽ മാത്രമേ ഇതിൻ്റെ ഇടയിലുള്ള മണ്ണുകളെല്ലാം പോയിട്ട് ആ കോഡക്സിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മണ്ണ് മുഴുവൻ കളഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള മുകളിലോട്ട് നിൽക്കുന്ന വേരുകൾ മുഴുവനും മുറിച്ച് കളഞ്ഞു. ഇതെന്താ മുറിച്ച് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇത് നടുമ്പോൾ, ഈ പ്രാവശ്യം ഇത് നട്ടുവെക്കും, ഒരു പ്ലാന്റ് പിഴുതതിന് ശേഷം അത് വീണ്ടും നടുമ്പോൾ ആ മണ്ണിലിരുന്ന കോഡക്സ് അല്പം കൂടെ പൊക്കി വെച്ചാണ് നമ്മൾ ഈ കോഡക്സ് വലുതാക്കുന്നതും കോഡക്സ് നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ളതായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മുകളിലോട്ട് നിൽക്കുന്ന വേരുകൾ നിൽക്കുമ്പോൾ ഒരു അഭംഗിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വേരുകൾ മുഴുവനും മുറിച്ച് മാറ്റുക. ഇത് മുറിച്ച് മാറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് അയ്യോ ഇത് നശിച്ചു പോകും, ഇത് കേടുവരും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. ഈ പ്ലാന്റ് അങ്ങനെ പെട്ടെന്നൊന്നും നശിക്കത്തില്ല. കാരണം ഇതൊരു മഴ സമയത്താണ് ഇത് ചെയ്യുന്നെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുണ്ട്. നല്ല വെയിലുള്ള സമയങ്ങളിൽ നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, മെയ് വരെയുള്ള മാസങ്ങളിൽ പ്ലാന്റ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലൊന്നും പിഴുതു മാറ്റുകയോ ഒക്കെ ചെയ്താൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഈ പ്ലാന്റിൻ്റെ മുറിവുകളിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഈ നല്ല ഈർപ്പമുള്ള മണ്ണിൽ അല്ലെങ്കിൽ പോട്ടി മിക്സിൽ ഇത് നടുകയോ ചെയ്താൽ മാത്രമേ ഈ പ്ലാന്റ് നശിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേരുകൾ, ആവശ്യമില്ലാത്ത വേരുകളെല്ലാം മുറിച്ച് മാറ്റി നല്ലതായിട്ട് വീണ്ടും ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇത് പിറ്റേ ദിവസം, അടുത്ത ദിവസത്തേക്കാണ് ഇത് ഞാൻ നടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം തോർന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കാനായിട്ടാണ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം 2 ദിവസം കൊണ്ടേ ഞാൻ പ്ലാന്റ് നടത്തുള്ളൂ. അങ്ങനെ ഈ പ്ലാന്റ് എടുത്ത്, ഈ അഡീനിയം പ്ലാന്റ് പിഴുത് നമ്മൾ മാറ്റി വെള്ളം ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു പ്രശ്നവും വരത്തില്ല. പ്ലാന്റ് ചെറിയൊരു ക്ഷീണം വരുവുള്ളൂ. എന്നാലും ചിലപ്പോൾ ചില ചെടികൾ അങ്ങനെ പറിച്ച് വെച്ചാൽ ഒരു മാസത്തിന് മേലൊക്കെ ഇരുന്നാൽ അവിടെ ഇരുന്ന് തന്നെ അതിൽ പൂവുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്ലാന്റ് അങ്ങനെ പെട്ടെന്ന് നശിച്ച് പോകത്തില്ല. അത് വെള്ളം അധികം ഈ പ്ലാന്റിന് ഉപയോഗിക്കാതിരുന്നാൽ മതി. യാതൊരു പ്രശ്നവും ഈ പ്ലാന്റിന് ഉണ്ടാകത്തില്ല. അങ്ങനെ 2 പ്ലാന്റും ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ടെടുത്തു. എന്നിട്ട് ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് അല്പം സാഫിൻ്റെ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് ഇത് വീണ്ടും ഡ്രൈ ആകാനായിട്ട് എടുത്തു വെച്ചു.
ഇത് ഇങ്ങനെ വൃത്തിയാക്കിയാൽ മാത്രമേ ഈ കോഡക്സിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് മണ്ണിൻ്റെ അടിയിലോട്ടായി പോയാലും ഈ ആവശ്യമില്ലാത്ത വേരുകളെല്ലാം മേളിലോട്ട് വന്ന് നിന്നാലും യഥാർത്ഥത്തിൽ ഈ കോഡക്സിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇതിലുള്ള ആ മണ്ടയിലോട്ട് വന്നിരിക്കുന്ന വേരുകൾ മുഴുവനും മുറിച്ച് മാറ്റുന്നത്. അങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. അഡീനിയം പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവും നമുക്ക് ആസ്വദിക്കാം, അതിൻ്റെ കോഡക്സിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഓരോ അഡീനിയം പ്ലാന്റിൻ്റെയും കോഡക്സ് പ്രത്യേകമായ രീതിയിലുള്ള ആകൃതിയും ഭംഗിയാണ് ഉള്ളത്. ഓരോ അഡീനിയം പ്ലാന്റിൻ്റെ രീതിയിൽ വേറെ മറ്റൊരു പ്ലാന്റ് ഇല്ല. എല്ലാത്തിനും ഓരോ വ്യത്യസ്തമായ ആകൃതിയിലാണ് അതിൻ്റെ കോഡക്സ് വളരുന്നത്. അപ്പം നമുക്ക് അതുതന്നെയല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാം. ഒത്തിരി വെറൈറ്റി രീതികളിൽ ഇതിൻ്റെ തണ്ടുകളെ നമുക്ക് ആക്കിയെടുക്കാനും അതിൻ്റെ വേരുകളെ ആക്കിയെടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. അത്രയ്ക്ക് എനിക്ക് സത്യത്തിൽ ഈ അഡീനിയം പ്ലാന്റിനോടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം. അഡീനിയം വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ വേണ്ടിയ ഒരു മരുന്നാണ് ഈ സാഫ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വളക്കടകളിലും ചെടിക്കടകളിലും ഇത് കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് അല്പം ഒരു പാത്രത്തിൽ ഒരു ചെറിയതായിട്ട് ഇച്ചിരി എടുത്തിട്ട് ഒരു അല്പം വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ തൊടാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അലർജി അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊന്നും അങ്ങനെ കൈയിട്ട് തൊടണ്ട. എന്തെങ്കിലും ബ്രഷോ പഴയ ബ്രഷോ എന്തെങ്കിലും വെച്ച് അത് നല്ലതായിട്ട് അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുറിവ് വന്നിരിക്കുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ പൊട്ടിയ വേരുകളുടെ അവിടെ എല്ലായിടത്തും അതൊന്ന് തേച്ച് കൊടുക്കണം. ഇച്ചിരി കട്ടിക്ക് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് നല്ലതായിട്ട് തന്നെ അതേ പിടിച്ചിരുന്നുള്ളൂ. ഇത് ഇന്നലെ ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ടാണ് നല്ല ഡ്രൈ ആയിട്ടിത് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും ഇത് തേച്ച് കൊടുക്കുക. നല്ലതായിട്ട് ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. മഴക്കാലങ്ങളിൽ അഡീനിയം ഒരിക്കലും റിപ്പോർട്ട് ചെയ്യരുത്. അഡീനിയം ഒരിക്കലും അത് ഇളക്കുകയോ അതിൻ്റെ മൂട് അനങ്ങാനോ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ മഴ നനഞ്ഞു ഇരിക്കുന്ന അഡീനിയം ആണെങ്കിൽ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സാഫ് കലക്കി അതിൻ്റെ ചൂട്ടുകളിലും ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചീയൽ രോഗം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവും. അങ്ങനെ വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ചീയൽ വന്ന പ്ലാന്റ് മുഴുവനും അതെടുത്ത് വൃത്തിയാക്കി ഈ സാഫ് അടിച്ചു കൊടുക്കുകയും വേണം. അപ്പം മഴക്കാലങ്ങളിൽ റിപ്പോർട്ട് നമ്മൾ ചെയ്യരുത് അഡീനിയത്തെ കേട്ടോ. അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. ഇത് ഏതോ ഒരു സമയത്ത് ഇതിൻ്റെ വേരിൽ ഇച്ചിരി ചീയൽ പോലെ വന്ന് നമ്മൾ അറിഞ്ഞില്ല, മണ്ണിൻ്റെ അടിയിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ആയി അതൊരു ഹോള് പോലായി. അതിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നല്ലതായിട്ട് സാഫൊക്കെ പുരട്ടി വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് മണ്ണിന് മുകളിലോട്ട് എടുത്ത് വെക്കും. അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് ഈ ഹോള് നല്ല വൃത്തിയായിട്ട് വേറൊരു വെറൈറ്റി ഭംഗിയുള്ളൊരു കോഡക്സായിട്ട് ഇത് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ കാണാൻ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യാദൃശ്ചികമായി വന്ന ഒരു കാര്യമാണ്. പ്ലാന്റ് അഴുകിയെടുത്ത് ഒരു ഹോള് വന്ന് അതാണ് അത്. പക്ഷെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ നല്ല ഒരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ മുഴുവനും ഇത് ഞാൻ സാഫ് തേച്ച് കൊടുക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ ഇന്നലെ കഴുകിയെടുത്തും അത് പറിച്ചെടുത്തപ്പോഴും ഒക്കെ അതിൻ്റെ കുറച്ച് തൊലികളൊക്കെ പോയിട്ടുണ്ട്. അവിടെയെല്ലാം സാഫ് തേച്ച് കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ഞാൻ പിഴുതു നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ വേരുകളെല്ലാം അഴുകിയിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ മുറിച്ച് കട്ട് ചെയ്തിട്ട് അവിടെയെല്ലാം സാഫ് തേച്ച് കൊടുക്കുക. ഈ സാഫ് നല്ലൊരു മരുന്നാണ് കേട്ടോ അഡീനിയത്തിന്. അങ്ങനെ എല്ലായിടത്തും ഞാനിത് തേച്ച് കൊടുത്തു. ഇനിയും ഇത് തേച്ച് കൊടുത്തിട്ട് ഇന്ന് തന്നെ നടണമെന്നൊന്നുമില്ല, നമുക്ക് സമയം പോലെ നട്ടാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ തേച്ച് ഇത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നല്ലതായിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം നല്ലതായിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇത് നടുക. അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഞാൻ ഇത് അല്പം സാഫ് ഈ പുരട്ടിയ സാഫ് തന്നെ അല്പം കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് അതിൻ്റെ ചുവട് നനയത്തക്ക രീതിയിൽ ഒരു 10 മിനിറ്റ് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്. ഏത് ചെടികളും നടുന്നതിന് മുമ്പ് അല്പസമയം ഒരു 10 മിനിറ്റ് അല്പം സാഫ് കലക്കി അതിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകളിലുള്ള കീടങ്ങളോ അതിൻ്റെ മുറിവുകളിലുള്ളതായ പ്രശ്നങ്ങളോ എല്ലാം മാറിക്കിട്ടി നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരാനായിട്ട് ഇടവരും.
അപ്പോൾ അങ്ങനെ എല്ലാ പിന്നീടും നമ്മളിത് സാഫ് അടിക്കുന്ന സമയത്ത് നോക്കുമ്പം അഴുകിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അതും കട്ട് ചെയ്തിട്ട് അവിടോട്ട് വീണ്ടും ഈ സാഫ് നമ്മൾ പുരട്ടി കൊടുക്കാറുണ്ട്. മഴ സമയങ്ങളിൽ ഇങ്ങനെ ഡ്രൈ ആകാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും മുറിപ്പാടുകളുണ്ടെങ്കിൽ അന്നേരപ്പം തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് നല്ലതായിട്ടൊരു തുണിയിട്ട് തുടച്ച് ഉണക്കിയതിന് ശേഷം പെട്ടെന്ന് അവിടെ സാഫ് അടിച്ച് കൊടുക്കണം. മഴക്കാലങ്ങളിൽ അടീനിയം ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ 2 പ്ലാന്റും നല്ലതായിട്ട് സാഫൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചു. എന്നിട്ടാണ് ഞാൻ അത് അല്പസമയം കണ്ട ആ കലക്കിയ സാഫിൻ്റെ അകത്തോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 10 മിനിറ്റ് അത് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെടുത്ത് നേരെ പോട്ട് മിക്സിലോട്ട് ഇറക്കി നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. കോഡക്സിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള ചട്ടിയിലാണ് പിന്നീട് നമ്മൾ അത് റീപോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഇടത്തരം ഒരു 2 ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള പോട്ട് മിക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോഴാദ്യമേ മേൽമണ്ണ്, അതായത് മഴയൊക്കെ പെയ്തിട്ട് ഒഴുകി കിടക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ളതായ മേൽമണ്ണ് കുറച്ച് ചിരണ്ടിയെടുത്തു ഒരു ചെറിയ ചട്ടിക്കുള്ളത് വെച്ചു. പിന്നെ ഒരു ചിരട്ട ചാരവും കരിക്കട്ടയും കൂടി ഇട്ടു. ഒരു ചിരട്ടയേ ഉള്ളൂ, ചെറിയൊരു ചിരട്ട കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. അത് ഒരു 2-3 സ്പൂണ് ചാരവേ കാണത്തുള്ളൂ. പിന്നെ കരിക്കട്ടയാണ്, അത് കഴുകാതെ തന്നെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ചിരട്ട ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തു. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ. അത് ഞാൻ ശരിക്കും പൊടിച്ചൊന്നുമില്ല, ചുമ്മാ ഞാനത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നല്ല ചരൽ, ആറ്റ് മണലിൻ്റെ ചരലാണ്. ഈ ചരൽ ഒരു 2 ചിരട്ട അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം തുടർന്ന് എല്ലുപൊടി ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. അത് 1 കിലോയുടെ ഒരു പാക്കറ്റിൽ. അതിൽ ഒരു 1/2 ചിരട്ട എല്ലുപൊടി ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം വേപ്പിൻ പിണ്ണാക്ക്, ഇതൊരു പിടിയേ ഉള്ളൂ കേട്ടോ, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് കൊടുക്കുന്നത് മുട്ടത്തോടാണ്. അത് സ്ഥിരം എൻ്റെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ മുട്ടത്തോട് പൊടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഒരു 2 പിടി മുട്ടത്തോടും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് പൊടിച്ചതാണ്, മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിൻ്റെ കൂടെ അല്പം സാഫ്, ഒരു 2-3 ഞുള്ള് സാഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോട്ട് മിക്സ് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ അകത്ത് വലിയ കല്ലുകൾ വരുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയണം. അല്ലാത്തതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കരിക്കട്ടയൊക്കെ ഇതിനകത്ത് കിടക്കുന്ന ഏറ്റവും നല്ലതാണ്. ഈ പ്ലാന്റിന് ഒരു കേടും വരാറില്ല. അത് നല്ലൊരു മരുന്ന് കൂടിയാണ്. ഈ കരിക്കട്ട ഇതിനകത്ത് കിടന്നാൽ പെട്ടെന്നുള്ള അഴുകാനായിട്ടുള്ള പ്രവണതയെല്ലാം മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ കരിക്കട്ടയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ട് മിക്സിന് വലിയ ഭാരമൊന്നും തോന്നാറുമില്ല. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ കരിക്കട്ടകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചട്ടിയിലിൻ്റെ അടിയിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ള അല്പം മിറ്റിലോ ഓടോ എന്തെങ്കിലും അതിൻ്റെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ കുറച്ച് കരിയില ഇടുന്നത് കേട്ടോ. ഇത് ആഞ്ഞിലിയുടെ കരിയില, പ്ലാവിൻ്റെ കരിയില, മാവിൻ്റെ കരിയില, ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർക്കാവുന്നവർക്ക് പൊടിച്ച് ചേർക്കാം. ഇത് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ അതൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ പോട്ട് മിക്സ് ഇച്ചിരിയായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഈ അടീനിയം ഇറക്കി വെക്കുന്നത്. ഈ അടീനിയം ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നല്ലതായിട്ട് ഇതിൻ്റെ കോഡക്സ് നമുക്ക് പുറത്ത് കാണത്തക്ക രൂപത്തിൽ വേണം. അപ്പോൾ അതേ രീതിയിൽ പോട്ട് മിക്സിൻ്റെ അളവ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂട്ടണം. അതുപോലെ തന്നെ ഈ അടീനിയം വെക്കുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കുമോ എന്നുള്ള ഒരു അതിൻ്റെ ഷേപ്പ് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വേണം. അല്ല ചുമ്മാ അങ്ങ് കുഴിച്ച് സാധാ ചെടികൾ വെക്കുന്ന പോലെയല്ല വെക്കേണ്ടത്. അപ്പോൾ നല്ലതായിട്ട് അത് വെക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ ഒന്ന് ശ്രമിച്ച് നോക്കണം. അതിനുശേഷം അത് ചരിഞ്ഞായിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിനുണ്ടെങ്കിലോ ഒന്നില്ല ചെറിയ ഓടിൻ്റെ കഷ്ണമോ ഇഷ്ടികയുടെ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ച് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ലെവലാക്കി വൃത്തിയാക്കി വെച്ചിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണം. ഇനി ചില അടീനിയത്തിന് ഒന്നും ചെയ്തില്ല. ഇതിന് ഞാൻ ഇഷ്ടികയുടെ അങ്ങനെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാ ഇത് വെച്ചപ്പോൾ തന്നെ നല്ല ലെവലിൽ തന്നെ അത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക സപ്പോർട്ടുകളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ചുറ്റും നല്ലതായിട്ട് മണ്ണിട്ട് കൊടുത്തു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത് അടുത്തൊരു പ്ലാന്റ് വെച്ചേക്കുന്നതാണേ.
അത് നല്ല ഭംഗിയാണ് അതിൻ്റെ കോഡക്സ് കാണാൻ. കണ്ടോ, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയില്ലേ അതിൻ്റെ കോഡക്സ് കാണാൻ. ഇനി അതിൻ്റെ അടിയിൽ ഇച്ചിരി മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ അഡീനിയം പ്ലാന്റിൽ ഇനിയും കുറച്ച് ഒരു 1-2 മാസം കഴിയുമ്പോൾ അതിൻ്റെ കരിയില നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതുകൂടി ഇച്ചിരി അമങ്ങുമ്പോഴത്തേക്ക് ഇച്ചിരി നന്നായിട്ട് ഈ കോഡക്സ് മേളിലോട്ട് നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ കരിയില അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിന് ചുറ്റും നല്ലതായിട്ട് ഫില്ല് ചെയ്ത് ഈ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. ഈ അടീനെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്നൊന്നും ഇത് ഉറച്ച് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത് സുരക്ഷിതമായിട്ട് അനക്കാതെ തന്നെ ഒരു തണലുള്ള ഏരിയയിൽ ഒരാഴ്ച നമ്മൾ കൊണ്ടുവെക്കണം. എന്നിട്ട് എന്നും വെള്ളം കൊടുക്കണ്ടേ. ഇന്നിപ്പോൾ ഇത് നട്ട് കഴിഞ്ഞ ശേഷം 2 ചെടികൾ നല്ലതായിട്ട് ഞാൻ നട്ട് കഴിഞ്ഞ ശേഷം നല്ലതായിട്ട് ബാക്കി വന്ന ആ സാഫിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സ്വല്പം പോലും വെള്ളം ഈ ചട്ടിയിൽ നിൽക്കത്തില്ല. എല്ലാം ഒഴിക്കുന്ന താമസം കൊണ്ട് താഴോട്ട് തന്നെ അത് ഇറങ്ങിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു ലൂസായിട്ടുള്ളൊരു പോട്ട് മിക്സാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം കാലക്രമേണ അതിനകത്ത് കിടക്കുന്ന ചാണകപ്പൊടിയും അതെല്ലാം കൂടെ അത് പൊടിഞ്ഞ് അതിൽ ചേരുകയും നല്ല വളമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ വലിയൊരു കനം ഈ പോട്ട് മിക്സിന് ഇല്ലാതാനും നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും. കണ്ടോ, സ്വല്പം പോലും വെള്ളം നിൽക്കുന്നില്ല, എല്ലാം പെട്ടെന്ന് താണു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴിങ്ങനെ അടീനിയം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ ശേഷം ഒരാഴ്ച നമ്മളൊരു തണുപ്പുള്ള വലിയ വെയിലൊന്നും കിട്ടാത്തൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുക. ഇനിയും എല്ലാ ദിവസവും 3 ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നല്ല വെയിലത്ത് തന്നെ കൊണ്ടുവെക്കുക. പെട്ടെന്ന് തന്നെ പ്ലാന്റ് വളരുകയും ചെയ്യും. ഇതിനോടകമായിട്ട് അത് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ അതും കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ പ്ലാന്റിൻ്റെ മുകളൊന്നും കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, നല്ല ബുഷിയായിട്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ മുട്ടുകൾ ഇതിൽ വരികയും ചെയ്യും. ഇങ്ങനെ നട്ടേക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം കേട്ടോ. ചട്ടികൾ വലിപ്പമുള്ളതും ചെറുതും ഓരോന്നും മാറി അതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം അനുസരിച്ച് ചട്ടികൾ മാറ്റി കൊടുത്താണ് ഞാനിത് ചെയ്യാറുള്ളത്. ഒത്തിരി അടീനം ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില ദിവസങ്ങൾ ആവശ്യാനുസരണമേ ചെയ്യത്തുള്ളൂ. എനിക്ക് തോന്നും ആ പ്ലാന്റ് മാറ്റണം, ആ ചട്ടിയിൽ ഒതുങ്ങത്തില്ല എന്ന് കാണുമ്പം അടുത്ത ചട്ടിയിലേക്ക്, വലിയ വലിപ്പമുള്ള ചട്ടിയിലേക്ക് അത് മാറ്റും. ഇങ്ങനെയാണ് ഞാൻ ഈ അഡീനിയം പ്ലാന്റുകളെല്ലാം വളർത്തുന്നതും അധികം പൂക്കൾ ഉണ്ടാകുന്നതും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെക്കുമ്പോഴത്തേക്ക് ഒരു 2 വർഷം 3 വർഷത്തേക്കൊക്കെ ഈ പ്ലാന്റ് പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അധികമായിട്ടുള്ള കോഡക്സിൻ്റെ വളർച്ച നമ്മൾ ചെയ്തിരിക്കുന്ന ചട്ടിയിൽ അധികമായി വരുമ്പം അടുത്ത ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. അതുകൊണ്ട് എല്ലാ വർഷവും ഈ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അത് അല്പം അമങ്ങി വരുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു 2-3 തവണ നമുക്ക് വളം ചെയ്യാനായിട്ടുള്ളതായ സ്ഥലവും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ വരുമ്പം നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് ഈ പ്ലാന്റ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അടീനിയം വളർത്തുന്ന രീതികൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോഴേ അതിൻ്റെ അധികം ചൂടുള്ള സമയങ്ങളിൽ ഈ ചട്ടിക്കകത്ത് ഞാൻ കരിയിലകൾ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയും പോട്ട് മിക്സ് ആയതുകൊണ്ട് വെള്ളം അധികം നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതേസമയം നമ്മൾ ചകിരിച്ചോറിലോ മറ്റുള്ള പോട്ട് മിക്സ് മണ്ണധികമുള്ള പോട്ട് മിക്സിലൊക്കെ ഇത് നടുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, മഴ സമയങ്ങളിലും ഈ പ്ലാന്റ് ഞാൻ ഈ സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ അന്നേരപ്പോൾ തന്നെ ആ വെള്ളം അങ്ങനെ ഒലിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് അടീനിയത്തിന് വലിയ കേടുകൾ വരാറില്ല. അതേസമയം മണ്ണോ ചകിരിച്ചോറോ ഒക്കെ ആണെങ്കിൽ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കും. കാലക്രമേണ അതിൻ്റെ കോഡക്സ് അഴുകിപ്പോവും. അല്ലെങ്കിൽ മഴ സമയങ്ങളിൽ ഈ പ്ലാന്റ് എല്ലാം എടുത്ത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അപ്പോഴേ ഇങ്ങനത്തെ ഒരു പോട്ട് മിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യകത ഉണ്ടാകുന്നില്ല. സമയം ഒത്തിരി ആയെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് നിങ്ങളിൽ ഒന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയിച്ചില്ലെങ്കിൽ എന്നോട് ചോദിച്ചവരോടെല്ലാം ഒരു വിഷമമായി പോകത്തില്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോഴേ നിങ്ങളിങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള അടീനിയം ചെടികളെ ഇങ്ങനെ വളർത്തുക, നല്ല പൂക്കളെ കണ്ട് ആസ്വദിക്കുക. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. കമൻ്റ് ഇടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.